ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഹെർബാലൈഫുമായി ബന്ധപ്പെട്ട ഒരു സംശയത്തിനെ കുറിച്ചിട്ടാണ്. സംശയം കമൻറ്റ് രൂപത്തിലാണ് വന്നിരിക്കുന്നത്. സംശയം ഇതാണ്: ഹെർബാലൈഫ് യൂസ് ചെയ്യുമ്പോൾ കഷായം, അരിഷ്ടം, ലേഹ്യം ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാമോ? ഈ ഒരു സംശയത്തിനുള്ള മറുപടി കൃത്യമായിട്ട് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രം ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രൊവൈഡ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇത്തരത്തിലുള്ളൊരു സംശയം നിരവധി വ്യക്തികൾക്കുള്ളതാണ്. കാര്യം ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് മെഡിസിൻ കഴിക്കാമോ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അരിഷ്ടം, കഷായം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിക്കാമോ എന്ന് നിരവധി ആൾക്ക് സംശയമുണ്ട്. നിരവധി ആൾ പല രീതിയിൽ ഇത്തരത്തിലുള്ള സംശയം ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ടാണ് ഈ ഒരു കമൻറ്റിന് നമ്മളിപ്പോൾ റിപ്ലൈ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമുക്കൊരു മീൽ റീപ്ലേസ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ആണ്. നമ്മൾ ഏത് പ്രോഗ്രാമാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ആണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ചിലതിൽ മീൽ സപ്ലിമെൻ്റ് ആയിട്ടായിരിക്കും, ചിലതിൽ മീൽ റീപ്ലേസ്മെൻ്റ് ആയിട്ടായിരിക്കും. പല മെത്തേഡിലാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മെഡിസിൻ, അതുപോലെ കഷായം, അരിഷ്ടം ഇതെല്ലാം കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ സാധിക്കുന്നതാണ്. യാതൊരുവിധ കുഴപ്പവുമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ഇഷ്യൂവിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മെഡിസിൻ എടുക്കുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ കോച്ച് അറിഞ്ഞിരിക്കണം. കോച്ചിൻ്റെ കൺസൾട്ടേഷനോട് മാത്രമാണ് കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിക്കാവുള്ളൂ, യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മെഡിസിൻ തന്നിരിക്കുന്ന ഡോക്ടേഴ്സും ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സും നിങ്ങൾ ഉപയോഗിക്കണമെന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കണം. രണ്ടുപേരോടും, അതായത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ കോച്ചിനോടും അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്ടറോടും ഈ രണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമാണ് പ്രോഗ്രാം ചെയ്യാവുള്ളൂ. എന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. നിങ്ങൾക്ക് മെഡിസിൻ എന്ന ഡോക്ടറോട് കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഹെർബാലൈഫ് കോച്ചിനോടും കൃത്യമായിട്ട് നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിൻ്റെ ഇഷ്യൂസും എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഡോക്ടർക്കായാലും നിങ്ങളുടെ ഹെർബാലൈഫ് കോച്ചിനായാലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് തരാൻ സാധിക്കത്തുള്ളൂ. ചില മെഡിസിൻസും ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ തരത്തിലുള്ള ഇറിറ്റേഷൻസ് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോടും നിങ്ങളുടെ വെൽനസ് കോച്ചിനോടും റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രം പ്രോഗ്രാം ചെയ്ത് മുന്നോട്ട് പോകുക. ഈ രണ്ട് വ്യക്തികളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മാത്രമാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികളും മെഡിസിൻ കഴിക്കുന്ന വ്യക്തികളും ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാനായിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം സമയത്ത് കൃത്യമായിട്ട് ഗൈഡൻസ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. അസുഖമുള്ള വ്യക്തികളാണെങ്കിലും അസുഖമില്ലാത്ത വ്യക്തികളാണെങ്കിലും കൃത്യമായിട്ട് ഗൈഡൻസ് എടുത്തതിന് ശേഷം മാത്രം ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പ്രോഗ്രാം ചെയ്ത് മുന്നോട്ട് പോവുക. എന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ സംശയത്തിന് ഒരു ക്ലാരിറ്റി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ഹാപ്പി ഹെൽത്തിയും മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക്